ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജിംഷ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഫാമിലിയും ഇവിടെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു സാധാരണ ദിവസത്തെ രാവിലെ നടക്കുന്ന കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും, അമ്മമാരൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടുണ്ടാകും. എന്നാലും എന്നെപ്പോലെ ജോലിക്ക് പോകുന്ന ശരാശരി അമ്മമാർക്ക് ഇപ്പോഴും ആ പണ്ടത്തെ തിരക്ക് തന്നെയായിരിക്കും കേട്ടോ. ഇച്ചിരി തിരക്ക് കൂടിയിട്ടുണ്ടാവുന്നുള്ളൂ. പിള്ളേർ വീട്ടിലുള്ളതുകൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വേണമല്ലോ പോവാനും. അപ്പം ഞാനിന്ന് രാവിലെ ഇച്ചിരി നേരത്തെ എണീറ്റു. കാശിക്കൂട്ടന് ഇന്ന് മുതൽ വെക്കേഷൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവന് 8 മണിയാകുമ്പോഴേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവണം. പിന്നെ എനിക്ക് ഓഫീസിലെത്താനുള്ളത് കൊണ്ട് തന്നെ ലഞ്ചും അങ്ങനെ അല്ലറ ചില്ലറ വീട്ടുകാര്യങ്ങളായിട്ട് ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പം ഞാൻ വേഗം എണീറ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം വിളക്കൊക്കെ കൊളുത്തിയിട്ട് അടുക്കളയിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടോ. ഈ വിളക്ക് കൊളുത്തുന്ന സീൻ എന്നും ഇങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല. പൊതുവെ സിനിഷനാണ് വിളക്ക് കൊളുത്താറ്. ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചതുകൊണ്ട് ഒന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തുടങ്ങാം എന്ന് കരുതി. രാവിലെ വെച്ച് പിടിക്കുക അടുക്കളയിലേക്കാണ് കേട്ടോ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് അടുക്കള ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പോയി കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പം അതൊന്ന് കാണാൻ തന്നെ ഒരു ഐശ്വര്യം കേട്ടോ. ഒരു മനസ്സിനൊരു സമാധാനം. അന്നത്തെ ഫുൾ എനർജി അവിടുന്ന് കിട്ടും നമുക്ക്. ഇന്ന് ഞാൻ രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പ്ലാനിങ് ഒക്കെ മാറി വേറെ സ്ഥലത്തേക്കും പോയെങ്കിലും പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് പൊടിയൊക്കെ വാട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പത്തിരിയും എന്തെങ്കിലും കറി ഉണ്ടാക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. കറി എന്തുണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ് തേങ്ങ അരച്ചിട്ടുള്ള കറി എന്തായാലും സാധിക്കില്ല. കാരണം എൻ്റെ മിക്സി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഇന്ന് വൈകുന്നേരം കിട്ടുള്ളൂ എന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കറി എന്നുള്ള ഓപ്ഷൻ മാറ്റി പിടിക്കണം. അപ്പൊ പത്തിരിക്ക് കറി ഇല്ലാതെ നടക്കില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം. നൂലപ്പാണെങ്കിൽ തേങ്ങാപ്പാലിൽ ഒതുക്കാലോ. തേങ്ങാപ്പാലും നൂലപ്പും ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും, കാശിക്കും എനിക്കും പാറുവിനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം അതുണ്ടാക്കാന്നുള്ള പ്ലാനായിട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങയും പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് കറി വെക്കാനായിട്ട് തക്കാളി, പച്ചമുളക്, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഞാൻ ഇന്നലെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കരിമീനായിരുന്നു വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം മേടിക്കുക കേട്ടോ കരിമീൻ. അപ്പം എങ്ങനെയാ വെക്കാനൊന്നും അറിയില്ല. നമ്മളെ ഷാൻജിയോ ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു പോവുകയാണ് എൻ്റെ കുക്കിങ്ങൊക്കെ. അപ്പം നമ്മൾ അതൊക്കെ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ച് ആ സമയം കൊണ്ട് മാവ് നന്നായിട്ട് ഈ നൂലപ്പത്തിന് വേണ്ട പൊടിയൊക്കെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നൂലപ്പം ഉണ്ടാക്കുന്ന കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ നൂലപ്പം. എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു പത്തിരീനേയും കാട്ടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. പക്ഷെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും കഴുകാൻ. നൂലപ്പത്തിന്റെ അച്ച്, ഇഡ്ലി ചെമ്പ്, അതുപോലെ നമ്മളെ പത്തിരിപ്പൊടി കുഴച്ച പാത്രങ്ങള്, അതൊക്കെ ആലോചിക്കുമ്പം ഒരു മടിപ്പണിയാണെങ്കിലും പക്ഷെ കഴിക്കുന്ന ആലോചിച്ചാൽ അതൊക്കെ സാക്രിഫൈസ് ചെയ്ത് പോകും കേട്ടോ. അപ്പം ഈ മാവ് കഴിക്കുന്ന നേരം ഞാൻ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. എന്നാൽ അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ. ചോറ് പെട്ടെന്ന് ആയാൽ പണി അവിടെ തീരും. പിന്നെ കറി വയ്ക്കാനല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ആ മാവൊക്കെ ഒന്ന് വഴറ്റിയെടുത്തത് കൗണ്ടർ ടോപ്പിലൊന്നും ഇട്ട് കുഴയ്ക്കുകയാണ് കേട്ടോ. അതൊരു ചെറിയ പാത്രം ആയതുകൊണ്ട് അതിലിട്ട് കുഴയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, ചൂടുള്ളതുമല്ല. അപ്പം ഇങ്ങനെ ഇതേപോലെ വിശാലമായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ
പെട്ടെന്ന് ചൂട് പോവുകയും ചെയ്യും, നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കേണ്ട. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഒരുപാട് പ്രാവശ്യം കുഴച്ച് മാവൊക്കെ നല്ല മയമാക്കി എടുത്തു കേട്ടോ. അപ്പം ഈ നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് തേങ്ങ ചിരകിയിട്ട് പാലെടുക്കാൻ. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈശ്വര മിക്സി ഇല്ലാതെ അപ്പം ഞാൻ എങ്ങനെയാ തേങ്ങാപ്പാൽ എടുക്കുക? ഒരു കറക്കം കറക്കാറല്ലേ പാലും കൊണ്ട് നല്ലോണം കിട്ടുള്ളൂ. അപ്പം ഞാൻ കരുതി തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറച്ച് ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മിയാൽ പാലൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാനൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഓരോ പ്ലാനിങ്ങിലാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഈ സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി ഞാനും സുനീഷേട്ടനും കൂടി കഴിച്ചു കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ, എനിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ, എന്തെങ്കിലും റസ്കോ ബിസ്ക്കറ്റോ കൂട്ടിയിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ വയറ് കത്തലങ്ങോട്ട് മാറും. അപ്പോൾ പണി ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഞാൻ നമ്മുടെ നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് മാവൊക്കെ ഇട്ടിട്ട് നൂലപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോഴേക്ക് പണി കഴിയും കേട്ടോ. പിന്നെ അത് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്ന ആ സമയമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഇഡ്ലിത്തട്ടിൻ്റെ ഈ 2 തട്ടിലേക്കുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഞാനും കാശിയും പാറക്കുട്ടിയും മാത്രമേ ഇത് കഴിക്കാനുള്ളൂ. സിനീഷേട്ടൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാറില്ല, ഒരു കാലിച്ചായ മാത്രം കുടിച്ചിട്ടാണ് പോവുക. ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരു ചായ മാത്രം കഴിച്ചിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള നൂലപ്പം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ കുട്ടികൾ വൈകിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ, ചായക്ക് കഴിക്കും. ഇനി കുട്ടികളല്ലെങ്കിൽ ഞാനാണെങ്കിലും ഓഫീസ് കഴിഞ്ഞ് വരുമ്പം കഴിക്കും. അപ്പം പെട്ടെന്ന് തന്നെ ഈ ഇഡ്ഡലി തട്ടിൻ്റെ 2 പാത്രത്തിലേക്കുള്ള നൂലപ്പം ഞാൻ നന്നായിട്ട് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തേങ്ങയൊക്കെ തിരുമ്മി പാലെടുത്തിട്ട് റെഡിയാക്കാൻ. കാശിക്കുട്ടൻ അവിടെ കുളിയും പല്ല് തേപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനെ ഞാനൊരു 7 മണിയാകുമ്പോഴാണ് വിളിക്കുക. പിന്നെ എല്ലാ കാര്യവും ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് കാശി. ബാത്റൂമിൽ പോകാനും പല്ല് തേക്കാനും കുളിക്കാനൊക്കെ ഒരുപാട് സമയം വേണം. അപ്പം ഞാൻ അവനെ 7 മണിക്ക് എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവൻ കുറച്ച് സമയം പിടിച്ചിട്ടാണെങ്കിലും ചെയ്തോളും. ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്ന സമയം കൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നോളും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഒന്ന് ആവി കയറ്റി എടുക്കണമല്ലോ കുറച്ച് സമയം അടുപ്പിൽ വെച്ചിട്ട്. അപ്പം ആ സമയം കൊണ്ട് തേങ്ങ തിരുമ്മി പാലെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവരും ചുറ്റിച്ച് കഴിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അടുപ്പത്തേക്ക് അത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മൾ മാവ് കുഴച്ച കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് ലിക്വിഡും സ്ക്രബ്ബറും ഇട്ട് നന്നായിട്ട് കഴുകിട്ടോ. കാരണം അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴുകുക അല്ലെങ്കിൽ വൃത്തിയാക്കാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പറ്റി പിടിച്ചിട്ട് ആകെ വൃത്തികേടായിരിക്കും. പിന്നെ അത് നമുക്കൊരു വലിയ പണിയാകും. അപ്പം ഞാൻ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ വേഗം അവിടെ അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ, ക്ലീൻ ആക്കിയിട്ട്. എനിക്കിങ്ങനെ ഒരുപാട് വൃത്തികേടായി കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു മടി വരാനുണ്ട്. അപ്പം ഞാനത് ആ കാര്യം അവിടെ സ്കിപ്പാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം ചെയ്യും എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പം ഞാൻ വേഗം അടുത്തത് തേങ്ങ ചിരകി വെക്കുകയാണ്, തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ചിരകി വെച്ച് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ സിങ്കിലുള്ള കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മാവ് കുഴച്ചതും പിന്നെ നൂലപ്പത്തിൻ്റെ അച്ചും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആ ഐറ്റംസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി എടുത്തേക്കാണ് കേട്ടോ. കാരണം സിങ്കിൽ കുറേ പാത്രങ്ങൾ ഇങ്ങനെ നമ്മൾ ഓരോ പണി കഴിഞ്ഞിട്ടും ആ പാത്രങ്ങൾ അവിടെ സിങ്കിലേക്ക് ഇങ്ങനെ ഇടുകയാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരുപാട് പാത്രം ഉണ്ടാകും. പിന്നെ അഥവാ എനിക്കിട്ട് സമയമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഓഫീസിലേക്ക് പോകാനൊക്കെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അവിടെ ഇട്ട് പോകും. പിന്നെ അന്നത്തെ ഡേ മൊത്തം എനിക്ക് ആകെ ഒരു ഷോക്കായിരിക്കും. അയ്യോ ഇന്ന പണി ബാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു മനസ്സിലിങ്ങനെ അതിങ്ങനെ എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ അപ്പപ്പുള്ള പാത്രങ്ങൾ കഴുകി
വെള്ളം കോരാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് അത് അപ്പം തന്നെ ഷെൽഫിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വേഗം എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ മീൻ ഉണ്ടായിരുന്നു, ആ മീൻ എടുത്തിട്ട് ഒന്ന് ഐസായതായിരുന്നു. അപ്പം ഐസ് പോകാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള മീൻകറി വെക്കാൻ ഞാൻ കാശിക്കൂട്ടൻ ട്യൂഷന് പോയി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് മീൻകറിക്കുള്ള പരിപാടികൾ നോക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് തപ്പിയെടുക്കണം. കാരണം കരിമീൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. അപ്പം എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ പൊതുവേ അറിയാത്ത കറികളൊക്കെ വെക്കുമ്പോൾ അമ്മേനെ വിളിച്ച് ചോദിക്കാറാണ് പതിവ്. പക്ഷെ ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു മീനൊക്കെ വാങ്ങി വരുമ്പോൾ. അപ്പോൾ വൈകിട്ട് അവർ നേരത്തെ കിടക്കും. ആ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല ഫോണ്. അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചും എന്തായാലും യൂട്യൂബൊക്കെ ഉള്ളതല്ലേ, റെസിപ്പീസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ആ സിങ്കിൻ്റെ ചുറ്റും ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. വെള്ളം അങ്ങനെ നമ്മൾ പാത്രം കഴുകുമ്പോൾ പുറത്തേക്ക് വരുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു റീഫ്രഷ് ഫീൽ ഉണ്ടാവും. കാരണം എല്ലാ സ്ഥലത്തും വെള്ളം ചളിയും പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുക്കള മൊത്തം ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പണിയെടുക്കാനൊരു മൂടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊക്കെ അപ്പപ്പോൾ ചെയ്യും കേട്ടോ. അതിൻ്റെ ഒരു ശീലമാണ്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ നൂലപ്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ചൂടാറാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറ് വെന്തിട്ടുണ്ടോ നോക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾ റേഷൻ അരിൻ്റെ ചോറാ വെക്കുക. അപ്പം ഒന്ന് വെള്ളം തിളച്ച അരി ഇടുമ്പോഴേക്ക് തന്നെ അത് വെന്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്നായി വെന്ത് കഞ്ഞിയോ അല്ലെങ്കിൽ പായസമൊക്കെ ആക്കേണ്ടി വരും. ഇവിടെ സുനിഷേനാണെങ്കിൽ നന്നായിട്ട് വെന്ത ചോറ് ഇഷ്ടമല്ല. അപ്പം ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ വേകുന്നുണ്ടോയെന്ന്. ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ എടുക്കുകയാണ്. കാശി അവിടെ കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കണമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ വേഗം തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചൂടുകളൊക്കെ ഒഴിച്ച് തിരുമ്മിയെങ്കിലും പാലങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ വേഗം അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തൊട്ടപ്പുറത്തെ ചേച്ചീൻ്റെ അടുത്തേക്ക് ഓടിയിട്ടു. അവിടുത്തെ മിക്സിയിലാണ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകളുള്ളതുകൊണ്ട് നമുക്കെല്ലാം ഒരു ചെറിയ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത അയൽവക്കത്തു നിന്നൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ആ പാലൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ചോറൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് ഊറ്റി വെക്കുകയാണ് കേട്ടോ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ചോറ് പാത്രത്തിലേക്ക് പകർത്താം, അപ്പോഴേക്കൊന്ന് റെഡി ആവുമല്ലോ. പിന്നെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കാശിക്കുള്ള കാശിക്ക് മാത്രമായിട്ട് കുറച്ച് ചായ വെക്കുകയാണ്. കാരണം ഞാനും സുനിഷേനും ചായ കുടിച്ചതാണ്. പിന്നെ പാറക്കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ അവളെ നീറ്റിട്ട് വേണം ചായ, അപ്പോൾ എനിക്ക് തണുത്തു പോകില്ലേ. അപ്പോൾ കാശിക്ക് മാത്രമായിട്ട് കുറച്ച് ചായ ഉള്ള ഞങ്ങൾ കുടിക്കാറ് കാപ്പിയാണ്. അപ്പം അവന് കുറച്ച് കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി പരിപാടികളൊക്കെ അവനെ സ്കൂളിൽ ട്യൂഷനിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് വേണം, തിരിച്ചു വന്നിട്ട് വേണം ചെയ്യാൻ. അപ്പം എനിക്ക് ചോറായിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി വന്നിട്ട് മീൻകറി വെക്കണം, ഒരു ചെറിയൊരു ഉപ്പേരി അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നത്തെ പണി ഒരുവിധം സെറ്റാവട്ടോ അടുക്കളയിലത്ത്. പിന്നെ അകത്ത് തുടയ്ക്കാനും അടിച്ചു വരാനൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി വീഡിയോ എടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കായിട്ടില്ല. അപ്പൊ ഞാൻ കാശിനൊക്കെ കൊണ്ടാക്കി വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ പാറക്കുട്ടി നല്ല ഉറക്കാണ്, പാറക്കുട്ടിക്ക് ചെറുതായിട്ടൊരു പനിയും ഉണ്ട്. അപ്പൊ ഞാൻ അവളൊന്ന് ഉണർത്തി വിടുകയാണ്. ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ അവളങ്ങോട്ട് നീറ്റ് വന്നോളും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടോ. കാരണം നമുക്ക് സമയമില്ല, 9:30 ആകുമ്പോഴേക്കും തന്നെ എനിക്ക് പോവണം. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വന്നിട്ട് ഈ കുഞ്ഞുള്ളിയിലാണ് കേട്ടോ അന്ന് കരിമീൻ വെക്കുന്നത്. സോറി, നെയ്മീൻ തന്നെയാണ് വരുന്നത് വായയിൽ. കരിമീൻ വെക്കുന്നത് കുഞ്ഞുള്ളി, ഈ ചെറിയ ഉള്ളി, അതുപോലെ നമ്മുടെ കൊടംപുളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കൊടംപുളി ഇട്ടിട്ട് കറി വെക്കുന്നത്. ആ കൊടംപുളിൻ്റെ ഒരു ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് വെച്ച് നോക്കുന്നത് കേട്ടോ.
അപ്പം ഞാൻ കുറച്ച് കൊടംപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ അങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ഉള്ളിയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാകത്തിന് റെഡിയാക്കി സുനിശ്ചിതം വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ കുറച്ചധികം ചെറിയുള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ കച്ചവടക്കാർ വെക്കില്ലേ അവരെ കയ്യിൽ നിന്ന്. അപ്പം അതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെയിലത്ത്. പക്ഷെ വൈകിട്ട് അത് എടുത്തേക്കാൻ മറന്നുപോയി. രാത്രി പെയ്ത മഴ മുഴുവൻ ഉള്ളി നനഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പം അത് ഒന്നും കൂടി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പം അതിൽ നിന്ന് വേഗം ഞാൻ എടുത്തൊന്ന് 2-3 നന്നാക്കിയതാണ് കേട്ടോ. അങ്ങനെ അതും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാനൊരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇത് നല്ലൊരു നമുക്ക് ടൈം സേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ല എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ. ചോപ്പർ എന്ന് പറയുന്നത് നല്ല കുനുകുന കഷ്ണങ്ങളാക്കി കിട്ടും. അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ കുറേ കാലമായിട്ടോ അതുള്ളത്. നല്ല എനിക്ക് നന്നായിട്ട് ഉപകാരമുള്ളൊരു സംഗതിയാണ്. അങ്ങനെ പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ഇത് ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് ആ വീഡിയോസ് കണ്ടാൽ അറിയാം സെയിം റെസിപ്പിയാണ്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയും കടുകും ഇട്ടിട്ട് താളിക്കുക, ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഈ ചെറിയ ഉള്ളിയും ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് പൊടികളായിട്ട് മസാലപ്പൊടികളായിട്ട് ആവശ്യമുള്ളത്. അത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ഒരു പച്ചമണം ഉണ്ടല്ലോ അത് മാറി കിട്ടുന്ന ആ ടൈം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ കുതിർക്കാനിട്ടിരിക്കുന്ന കൊടംപുളി ഉണ്ടല്ലോ അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ആ സമയം കൊണ്ട് തന്നെ ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് നമുക്കിന്ന് പച്ചപ്പയറാണ് ഉപ്പേരി വെക്കാനുള്ളത്. ഇതും തലേ ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അരിഞ്ഞത് ഞാനൊന്നുമല്ല കേട്ടോ, സിനിഷേട്ടനാണ്. എനിക്ക് എല്ലാ ഹെൽപ്പും അതായത് കിച്ചണിലേക്ക് വേണ്ടതാണെങ്കിലും എന്താണെങ്കിലും സിനിഷേട്ടൻ നല്ലതും ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ. ഇനിയിപ്പം നാളികേരം പൊട്ടിക്കാനാണെങ്കിലും അതുപോലെ ഉള്ളി നുറുക്കാനാണെങ്കിലും ഇതുപോലെ പച്ചക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്തു വെച്ച് തരും കേട്ടോ. രാത്രിയാണെങ്കിലും ചെയ്തു വെച്ച് ഹെൽപ്പ് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ പണികൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത് ഞാൻ വേഗം ആ പയറ് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഇനിയിപ്പം മീൻ കറി ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മീൻ ഇട്ടിട്ട് പിന്നെ ഈ ഉപ്പേരി ആയിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ ഒതുങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ചോറ് പാത്രത്തിലേക്ക് ചോറ് പകർത്തി അത്രയേ ഉള്ളൂ പണിയുള്ളത്. അപ്പം ഞാൻ ഈ ഉപ്പേരിയിലേക്കും മീൻ കറിയിലേക്കും കൂടി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടുകയാണ് കേട്ടോ. എനിക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഫുൾഫില്ല് കിട്ടില്ല. നമ്മൾ കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പം കരിവേപ്പിൻ്റെ ഇല ഇടുക എന്ന് പറയുന്നത് എനിക്ക് മസ്റ്റാണ്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അവിടുത്തെ പറമ്പിലുണ്ടായതായിരുന്നു, തൊട്ടടുത്ത പറമ്പിലുണ്ടായതായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ എനിക്ക് കുറച്ചധികം പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2-3 പാത്രങ്ങളിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പം ഒന്നും ആവില്ല, നമുക്ക് കുറേ കാലത്തേക്ക് കിട്ടും കേട്ടോ. ഒരു മാസമൊക്കെ എന്തായാലും കിട്ടും. അത്രയ്ക്ക് കരിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു. അപ്പം നല്ല ഫ്രഷ് ആയതുകൊണ്ടും നാടനായതുകൊണ്ടും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അങ്ങനെ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം മീനൊക്കെ കറിയിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പൊരിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി വൈകിട്ട് വന്നിട്ട് പൊരിക്കാനാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഓഫീസിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പൊരിച്ചതൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കോഴിമുട്ട ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. കോഴിമുട്ട ഇന്നും അങ്ങനെ ഞാൻ കൊണ്ടുപോകാറില്ല, പക്ഷെ ഇന്നെന്തോ എനിക്ക് കോഴിമുട്ട വേണം എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ ചോറും കറിയും മാത്രം കൊണ്ടുപോകുള്ളൂ. അതും ചോറ് ഒരു ചെറിയൊരു പാത്രമൊക്കെ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ചോറ് എനിക്ക് ഒരുപാട് വേണമെന്നൊന്നുമില്ല. പിന്നെ എന്താ ഇങ്ങനെ തടിച്ചു വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ കഴിയില്ല. പച്ചവെള്ളം കുടിച്ചാൽ വരെ തടിക്കുന്ന ഒരു ശരീരമായിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെത്.
അങ്ങനെ പെട്ടെന്ന് തന്നെ കോഴിമുട്ട ഒന്നും ഒരു ദോശ പോലെ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഒന്ന് ചിക്കി, ഉള്ളിയും വേറെ ഒന്നും മുളകൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചോറും പാത്രത്തിലേക്ക് ചോറ് പകർത്തുകയാണ് കേട്ടോ. ചോറും ഇന്ന് കരിമീനിൻ്റെ കറിയുണ്ട്, അതുപോലെ കോഴിമുട്ട പൊരിച്ചതുണ്ട്, പിന്നെ നല്ല ചതുരനാരങ്ങ എന്നൊക്കെ പറയും, അതിനെന്താ കറക്റ്റ് പറയാന്നറിയില്ല. കുറച്ച് അധികം നാളായി വീട്ടിൽ നിന്ന് അമ്മ അച്ചാറിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. അപ്പോൾ ഒരു 2 കുപ്പി ഉണ്ടായിരുന്നു, അതിലൊരു കുപ്പി ഞങ്ങൾ തീർന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പം രണ്ടാമത്തത് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ സമയം ഇങ്ങനെ എടുത്ത് വെച്ചതുകൊണ്ട് തന്നെ അച്ചാറ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഒരു അച്ചാറും ചോറും പിന്നെ ഈ മുട്ട പൊരിച്ചതുമാണ് ഇന്ന് എൻ്റെ ലഞ്ചിനായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് പാത്രങ്ങൾ, അതായത് ഈ കറി വെക്കാനെടുത്ത പാത്രങ്ങളും പിന്നെ മുട്ട പൊരിച്ചതും ആയ ഈ പാനൊക്കെ ഉള്ളു കഴുകാനുള്ളത്. അത് ഞാൻ അപ്പം തന്നെ കഴുകി ക്ലീൻ ആക്കൂട്ടോ. ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ട് സിങ്കിലേക്ക് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ ഞാൻ മേശപ്പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. സിനിഷേട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ട് എടുത്ത് കഴിക്കാനുള്ള സൗകര്യത്തിനും പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ നമ്മളെ ഗ്യാസൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഗ്യാസ് രാത്രി ഞാൻ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകും. പക്ഷെ രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെറിച്ചതും അതുപോലെ കറി വെക്കുമ്പോഴുള്ള അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്പം തന്നെ തുടച്ച് കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാട്ടോ പോവാം. ഇത് ചിലപ്പോൾ ഞാൻ വൈകിട്ട് വരുമ്പോഴേക്കും ഈ അവസ്ഥയൊന്നും ഉണ്ടാവില്ല. സിനിഷേട്ടൻ ഇവിടെ കയറി ചോറൊക്കെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ഈ കോലൊക്കെ മാറും. എന്നാലും എനിക്ക് പോകുമ്പോൾ ഒരു സമാധാനത്തിന് എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോവട്ടോ. പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് കുറച്ച് വെള്ളമുണ്ടും ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഷർട്ടും എൻ്റെ ചുരിദാറൊക്കെ വൈറ്റ്. അപ്പം അതൊക്കെ ഞാൻ കല്ലുമ്മലിട്ട് അലക്കിയിട്ട് ഒന്ന് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിരുന്നു. രാവിലെ ഒന്ന് സ്പിൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങും. അപ്പം ആ ഉണങ്ങിയത് ഞാൻ അപ്പം തന്നെ അയക്കേമ്പിൽ എടുത്തിടുകയാണ് കേട്ടോ. എന്നാൽ ഞാൻ ഒരു ഉച്ചയ്ക്ക് സിനിഷയുടെ ചോറുണ്ടാകാൻ വരുന്ന സമയത്ത് ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിനിഷയുടെ അകത്തേക്ക് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് വന്നാൽ അപ്പോഴേക്കും എന്തായാലും ഉണങ്ങുമല്ലോ. അപ്പം അതുകൊണ്ട് വേഗം ഞാൻ അതും കൂടി ഒന്ന് അയക്കേമ്പിൽ ഇടുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ പണി ഒരുവിധം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് പോയിട്ട് ഒന്ന് ഫ്രഷായി കുളിച്ചതാണ് രാവിലെ, എന്നാലും ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഓഫീസിലേക്ക് പോകാനേ ഉള്ളൂ. ഇന്നിപ്പം പാറുക്കുട്ടി ഉണ്ട് എൻ്റെ കൂടെ. അപ്പം അവളെ ഞാൻ സിനിഷേറിൻ്റെ ഷോപ്പിൽ ആക്കി കൊടുക്കും. അവിടെ നിന്ന് ഒരു 10 മണിക്കാണ് കാശിക്ക് ട്യൂഷൻ കഴിയുക. അപ്പം ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് നേരെ എൻ്റെ വീട്ടിൽ സിനിഷേട്ട ഇറക്കി കൊടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം റെഡി ആവുന്നതിൻ്റെ കൂട്ടത്തിൽ പാറുക്കുട്ടീനെ റെഡിയാക്കണം. അവളെ സിനിഷേൻ്റെ അടുത്ത് അവിടെ ഇറക്കി കൊടുക്കാനുള്ളതാണല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ഓർമ്മ, ചായ ഞാൻ കുടിച്ചിട്ടില്ല. നൂലപ്പം ചായ കുടിച്ചതാണ് രാവിലെ, പക്ഷെ നൂലപ്പം തേങ്ങാപ്പാലും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ പാറുക്കുട്ടി അവിടെ അകത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവള് നൂലപ്പം തേങ്ങാപ്പാലും ഉച്ചയ്ക്ക് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം ഞാനും എൻ്റെ നൂലപ്പം തേങ്ങാപ്പാലും കൂടി എടുത്തിട്ട് മേശപ്പുറത്ത് വന്നിരുന്നിട്ട് നല്ല സ്വസ്ഥതയിൽ സമാധാനത്തിൽ കഴിക്കുകയാണ് കേട്ടോ. എന്നും ഓഫീസുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കും. പിന്നെ സ്കൂളിലുള്ള സമയത്താണെങ്കിൽ ഞങ്ങൾ 3 ആളുണ്ടാവും, ഞാനും പാറുക്കുട്ടിയും കാശുട്ടനും ഉണ്ടാവും. ഇന്ന് കാശുട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ ചോറും ബാക്കി ബാഗും ഫോണൊക്കെ എടുത്തിട്ട് നമ്മൾ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സാധാരണ ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.